ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2025 രണ്ടാം ക്ലാസ്സിന്റെ തജ്വീദുൽ ഖുർആൻ വാർഷിക എക്സാം നടന്നതിന്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരി രേഖപ്പെടുത്താനാണ്. ബാഴ്സ എന്നതിൽ രണ്ടാമത്തെ അക്ഷരം ഏത് എന്ന്. ബാഴ്സ എന്നതിലെ രണ്ടാമത്തെ അക്ഷരം ഏതാണ്? ഐനാണ്. ഐന്. നമ്മൾ തജ്വീദിലെ പാഠഭാഗങ്ങളൊക്കെ എടുക്കുമ്പോൾ, തജ്വീദുൽ ഖുർആനിലെ പാഠഭാഗങ്ങളൊക്കെ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐന് ചേർത്ത് എഴുതുന്നതും ഇടയിൽ എഴുതുന്നതും അവസാനത്തിൽ എഴുതുന്നതൊക്കെ ശ്രദ്ധിക്കണം. ഇതുപോലെ നമുക്ക് ചോദ്യം വരാം, മനസ്സിലാക്കി പഠിക്കട്ടെ. ആ പുള്ളിയില്ലാത്ത ഐനാണ്, മറ്റേ ഐന് പുള്ളിയുള്ളത് മനസ്സിലാക്കണം. ഫാ അത് അതുപോലെ തന്നെയാണ് വരിക, മനസ്സിലാക്കണം കേട്ടോ. അടുത്തെന്താണ്? എന്നതിലുള്ള അലിഫുകൾ. ഇതിൽ എത്ര അലിഫുണ്ട് എന്നാണ്. ഇവിടെ ഹംസ വന്ന ഒരു അലിഫുണ്ട്, എന്നുള്ള ഒരു അലിഫുണ്ട് അല്ലേ? അപ്പോൾ അവിടെ രണ്ടെണ്ണം വന്നു. പിന്നെ ഹാഇനെ നീട്ടാൻ വന്നു, കാഫിനെ നീട്ടാൻ വന്നു. അപ്പോൾ 4 അലിഫുണ്ട് എന്നത് നമുക്കവിടെ ടിക്ക് ചെയ്യാം. അടുത്തത് എന്താണ്? ഇന്നഹു ലൊന്ന എന്നതിൽ നീട്ടി ഓതേണ്ട അക്ഷരം ഏത്? ഇന്നഹു ഹാഇനെയാണ് നീട്ടി ഓതേണ്ടത്. ചെറിയ വാവ് വന്നിട്ടുണ്ട് അല്ലേ, വാവ് സൈറ. അപ്പോൾ ഹാ എന്നത് നമുക്കവിടെ ടിക്ക് ചെയ്യാം. അടുത്തത് എന്താണ്? അലാ ഉഖ്സിമു ബിശഫഖ് എന്നതിൽ എത്ര കാഫുകൾ ഉണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ ഫാ ആണ്, പിന്നെ കാഫ്, ഇവിടെയും ഒരു കാഫ്, ഇവിടെ 2 ഫാ വന്നിട്ടുണ്ട്. അപ്പോൾ 2 കാഫും 2 ഫാവും ആണ്. അപ്പോൾ 4 കാഫ് എന്ന് എണ്ണി പോകരുത്. ഫാഇന് 1 പുള്ളി, കാഫിന് 2 പുള്ളി. അപ്പോൾ 2 കാഫാണ്. അപ്പോൾ നമുക്ക് ടിക്ക് ചെയ്യാം. അടുത്തത് വസ്സമാഇ എന്നതിൽ കൂടുതൽ നീട്ടി ഓതണം. കൂടുതൽ നീട്ടി ഓതേണ്ടത് ഏതാണ്? അലിഫിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഫതഹ പോലുള്ള മദ് വരില്ലേ, മദ് അങ്ങനെ വരുന്നതാണ് കൂടുതൽ നീട്ടി ഓതേണ്ടത്. അപ്പോൾ ഇവിടെ തോയിനെ നീട്ടാൻ അലിഫുണ്ട്. അപ്പോൾ കൂടുതൽ നീട്ടേണ്ടത് മീമാണ്. അപ്പം മീമ് എന്നത് ടിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റുദാഹരണം തരുമ്പോഴേ അവിടെ ഏതക്ഷരത്തിനാണോ മുകളിൽ ഈ മദ് വന്നത്, യാ കൊണ്ട് നീട്ടുന്നതായാലും വാവ് കൊണ്ട് നീട്ടുന്നതായാലും ഒക്കെ അതിൻ്റെ മുകളിൽ ഇതേപോലെ മദ് വരും. അതാണ് ആ അക്ഷരമാണ് നമ്മൾ മീമ് അല്ലേ, അതുപോലെ നോക്കണം. അടുത്തതാ യഅലമുൽ ജഹ്റ എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരം. യഅലമുൽ ജഹ്റ എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരം ഏതാണ്? അലിഫ്. യഅലമുൽ, ഈ അലിഫ് ഉച്ചരിച്ചിട്ടില്ല, അപ്പോൾ അലിഫ് എന്നത് നമുക്ക് ടിക്ക് ചെയ്യാം. ഇനി അടുത്തത് വലല്ലാലീൻ എന്നതിലുള്ള അക്ഷരങ്ങൾ. എത്ര അക്ഷരം ഉണ്ട് എന്ന് എണ്ണണം. വാവ്, ലാമുലൂടെ അലിഫുണ്ട് അല്ലേ, വല. പിന്നെ വേറെ ഒരു അലിഫുണ്ട്. അപ്പോൾ ഇവിടെ 2 അലിഫ്, അപ്പോൾ 4 അക്ഷരമായി. പിന്നെ ലോദിനെ നീട്ടാൻ ഒരു അലിഫ്. പിന്നെ ലാമ്, യാ, നൂന്. എത്ര അക്ഷരം വന്ന്? അപ്പോൾ ഇവിടെ എണ്ണുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. വാവ്, ലാമ്, പിന്നെ അലിഫ്, പിന്നെ ഒരു ലാമുണ്ട്, പിന്നെ ലോദ്, പിന്നെ അലിഫ്, നീട്ടാൻ അലിഫ്, ലാമ്, യാ, നൂന്. അങ്ങനെ 10 അക്ഷരങ്ങൾ വരുന്നുണ്ട് അവിടെ. ഇതിലുള്ള അക്ഷരങ്ങൾ എണ്ണുമ്പോൾ ഈ അലിഫുകൾ, ലാമുകൾ, ഉച്ചരിക്കാത്ത അക്ഷരങ്ങളുണ്ട് ഇവിടെ, അലിഫും ലാമൊക്കെ. പിന്നെ മദ്ദക്ഷരം വന്നിട്ടുണ്ട്, യാ വന്നു, ലോദിനെ നീട്ടാൻ അലിഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റേതെങ്കിലും ഉദാഹരണങ്ങൾ, ഇതാ സുൽസിലത്തിൽ സിൽസാലഹ, ഇത്ര സായി ഉണ്ട്, അങ്ങനെയൊക്കെ ചോദ്യം വരാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇത് നമുക്ക് 10 എന്നത് ടിക്ക് ചെയ്യാം. അടുത്തതാ ജന്നത്തും മിൻ നഖീൽ എന്നതിലുള്ള ഷദ്ദുള്ള അക്ഷരങ്ങൾ. എത്ര അക്ഷരത്തിന് ഷദ്ദ് ഉണ്ട് എന്നാണ്. ഈ നൂനിനും ഇവിടുത്തെ നഖീൽ എന്ന നൂനിനും, അതിന് പിന്നെ ഒരു മീമിനും. ജന്നത്തുൻ എന്നതിൽ ഷദ്ദ് വന്നത് നൂനിനും മീമിനും പിന്നെ നൂനിനും. അപ്പോൾ എത്ര അക്ഷരങ്ങൾക്കാണ്? 3 അക്ഷരങ്ങൾക്ക് ഷദ്ദ് വന്നിട്ടുണ്ട്, മനസ്സിലാക്കുക. ഇനിയോ റായിനെ നേർപ്പിച്ചോദണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? റായിന് കസറാവണം, അല്ലെങ്കിലോ റായിന് കസറാവണം. അതുപോലെ തന്നെ നമ്മൾ മറ്റു റായിനെ തർക്കീക്ക് ചെയ്യുന്നത് അതിൽ പഠിച്ചിട്ടുണ്ട്. സുക്കൂനുള്ള റാ, അതിന് മുമ്പ് കസറാവണം. അപ്പോൾ അത് മനസ്സിലാക്കട്ടോ.
ഇതിവിടെ റായിന് കസറാണ് തർക്കീക്ക് ചെയ്തത്. തഫീമാണെങ്കിൽ റായിന് നേർപ്പിച്ചോതിയത് തർക്കീക്ക്. തഫീം എന്ന് പറഞ്ഞാൽ കനപ്പിച്ചോതിയതിന് ഉദാഹരണം. അതിന് റായിന് ഫത്തഹോ ലമ്മോ വന്നാൽ കനപ്പിച്ചോതുന്നതാണ്. അപ്പോൾ കനപ്പിച്ചോതിയതിന് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ റായിന് ഫത്തഹോ ലമ്മോ വന്നാൽ അതാണ് ഉദാഹരണം വരിക. അപ്പോൾ നേർപ്പിച്ചോതിയത് തർക്കീക്കും കനപ്പിച്ചോതിയത് തഫീമുമാണ്. മനസ്സിലാക്കുക. ഇനി എന്താണ് ശബ്ദുള്ളപ്പോൾ മണിച്ചു ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ. ശബ്ദുള്ളപ്പോൾ മണിച്ചു ഉച്ചരിക്കേണ്ടത് മീമുൻ നൂനാണ്. ശബ്ദുള്ള മീമിനെയും നൂനിനെയും എപ്പോഴും മണിച്ച് ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം കേട്ടോ. മനസ്സിലാക്കുക. ഇനി ചേരുമ്പടി ചേർക്കാൻ വന്നത് എന്താണ്? യറഹു അഹദ്. യറഹു അഹദ് എന്താണ്? ഇവിടെ ഹായിനെ നീട്ടി ഓതി. ഹായിനെ നീട്ടി ഓതി. അപ്പോൾ അവിടെ നമുക്കതിൻ്റെ ബി എഴുതാം. പിന്നെ ലസോലുൽ ജഹീം. അപ്പോൾ അതിൽ എത്ര അലിഫുണ്ട് എന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ 3 അലിഫുകൾ എന്ന സി എഴുതാം. അടുത്തതാ ഇന്ന ബത്ത്ഷ. ഇന്ന ബത്ത്ഷയിൽ നൂന് ശബ്ദമുള്ളതാണ്. അപ്പോൾ അവിടെ നൂനിനെ മണിച്ചോദണം. എഴുതി നൂനിനെ മണിച്ചോദണം. അടുത്തതാ വ അമ്മാമൻ ശബ്ദമുള്ള മീമ്. അപ്പം മീമിനെ മണിച്ചോദണം. അപ്പം അതിൻ്റെ ഈ എഴുതി. അടുത്തതാ ലഹുൽ മുൽക്ക്. ലഹുൽ മുൽക്ക് എന്താണ്? ഹായിനെ നീട്ടാതെ ഓതി. ഹായിനെ നീട്ടാതെ ഓതണം. അതിൻ്റെ ഡി എഴുതാം. അപ്പോൾ ഇവിടെ ലഹു എന്നിടത്ത് ചെറിയ വാവ് വന്നുകൊണ്ട് അവിടെ നീട്ടി. യറഹു എന്നതിൽ ചെറിയ വാവ് വന്നുകൊണ്ട് അവിടെ നീട്ടി. ഇവിടെ വാവ് ഇല്ല അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഹായിനെ നീട്ടി ഓതിയത് നീട്ടാതെ ഓതാത്തതൊക്കെ അടയാളപ്പെടുത്താൻ. മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. തർഹക്കുഹ ഖത്തറത്ത് എന്നതിൽ. തർഹക്കുഹ ഖത്തറത്ത് എന്നതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? അപ്പോൾ അക്ഷരങ്ങൾ എണ്ണണം. ത റാ ഹ ഖാഫ് ഹ അലിഫ് ഖാഫ് ത റാ ത. അങ്ങനെ 10 അക്ഷരങ്ങളുണ്ട് അവിടെ. 10 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ നീട്ടാൻ വരുന്ന അലിഫ് ഒക്കെ നമ്മൾ എണ്ണണം. മാറിപ്പോകരുത്, മറന്നു പോകരുത്. അങ്ങനെ 10 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ മറ്റ് ഏതെങ്കിലും ഖുറാനിൽ നിന്ന് മനസ്സിലായില്ല? അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തതാ ജഹീം എന്നതിലെ ഒന്നാമത്തെ അക്ഷരം ജീമാണ്. ഒന്നാമത്തെ അക്ഷരം ജീമാണ്. ഹാഉം ഹാഉം ഒക്കെ ഉണ്ട്. കുട്ടികളെ തിരിച്ചറിഞ്ഞ് എഴുതാനാണ്. അപ്പോൾ രണ്ടാമത്തെ അക്ഷരമാണ് ഹ. അപ്പോൾ അത് ഇവിടെ ഒന്നാമത്തെ ചോദിച്ച് രണ്ടാമത്തെ ചോദിക്കും. മൂന്നാമത്തെ അക്ഷരം ഇവിടെ യാ ആണ് മദ്ദക്ഷരമായിട്ട്. അങ്ങനെ ഏത് അക്ഷരവും ചോദിക്കാം, എടുത്ത് എഴുതാൻ കഴിയും. ജീമെന്ന് ഇങ്ങനെ എഴുതാം. നിങ്ങൾക്ക് അറബി ലെറ്റേഴ്സ് പോലെ അങ്ങനെയും ജീം എഴുതാം. മനസ്സിലാക്കുക. അടുത്തതാ ബിൽ ഹസ്ല്. ബിൽ ഹസ്ലി എന്നതിൽ ഡേഷിനെ ഉച്ചരിക്കരുത്. ബായിനോട് ചേർന്നൊരു അലിഫുണ്ട്, അതിനെ ഉച്ചരിക്കരുത്. അലിഫ്. അപ്പോൾ അലിഫ് എന്ന് ഇങ്ങനെ എഴുതാം. ഇത് എഴുതും ചെയ്യാട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. അലിഫിനെ ഉച്ചരിക്കരുത്. അടുത്തതാ ജഹന്നമ. ജഹന്നമ എന്നതിൽ ഡേഷിനെ മണിച്ചോദണം. മണിച്ചോദേണ്ട അക്ഷരങ്ങൾ ഷദ്ദുള്ള നൂനും ഷദ്ദുള്ള മീമുമാണ്. അപ്പോൾ ഇവിടെ ഷദ്ദുള്ള നൂന് വന്നു. അതുകൊണ്ട് നമുക്കിവിടെ നൂന് എന്ന് എഴുതാം. അപ്പോൾ അത് നൂന് ഇങ്ങനെ എഴുതാം കേട്ടോ. അപ്പോൾ അത് നൂനിനെ മണിച്ചോദണം. അടുത്തതാ ഹിതാമുഹു. ഇസ്കുൻ എന്നതിൽ ഹായിനെ എന്താണ്? ഹിതാമുഹു എന്നതിൽ ഹായിനെ എന്ത് ചെയ്യണം? ഇവിടെ ചെറിയ വാവ് വന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? നീട്ടി ഓതണം. അടുത്തത് ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ബോസിറത്ത്. ബോസിറത്ത് എന്നതിലെ രണ്ടാമത്തെ അക്ഷരം ഏത്? രണ്ടാമത്തെ അക്ഷരം ഐനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഐന് ചേർത്ത് എഴുതുമ്പോൾ എഴുതുന്ന രീതി മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഐന് ഇങ്ങനെ എഴുതാം, നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയില്ല കേട്ടോ. മനസ്സിലാക്കുക. അടുത്തതാ കൊരിയ. കൊരിയ എന്നതിൽ റായിനെ എങ്ങനെ ഓതണം? റായിന് കസ്ര വന്നതുകൊണ്ട് റായിനെ നേർപ്പിച്ചോദണം. റായിന് ഫത്തഹോ ലമ്മോ ആണെങ്കിൽ റായിനെ കനപ്പിച്ചോദണം, അല്ലെങ്കിൽ തടിപ്പിച്ചോദണം. അങ്ങനെയൊക്കെ എഴുതട്ടോ. അപ്പോൾ ഇവിടെ തർക്കീക്കും തഫീമും ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. 2-3 ഉദാഹരണങ്ങളൊക്കെ കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് പാടത്ത് പറയുന്നത്. അപ്പോൾ അത് റായിന് കസറ വരുമ്പം നേർപ്പിച്ച്, ഫത്തഹോ ലമ്മ വരുമ്പം കനപ്പിച്ചാണ് ഓതേണ്ടത്. അപ്പോൾ അത് നേർപ്പിച്ച് കനപ്പിച്ച് എന്നുള്ള മനസ്സിലാക്കട്ടോ. അടുത്തതാ കല്ല എന്നതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? കല്ല എന്നതിൽ എത്ര അക്ഷരമുണ്ട്?
കാഫ്, ലാമ്, അലിഫ് അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ 3 അക്ഷരം എന്ന് എഴുതാം. പക്ഷേ ഇവിടെ ഒരു ഷദ്ദുള്ള അക്ഷരം എന്ന് പറഞ്ഞാൽ 2 അക്ഷരമാണ്, കൂട്ടക്ഷരമാണ്. പക്ഷെ അത് നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിക്കാത്തത് കൊണ്ട് നമുക്കവിടെ 3 തന്നെ എഴുതിയാൽ മതി. ശരിക്ക് ഇങ്ങനെയാണ്: ക, ല് പ്ലസ് ലാ അലിഫ്. മനസ്സിലായില്ല? അങ്ങനെയാണ് ഈ കല്ല എന്നുള്ളത് വരുന്നത്. ക, ല്, ല, അലിഫ്, കല്ല. അപ്പോൾ ശരിക്കും 4 അക്ഷരം ഉണ്ട്. പക്ഷെ അവർക്ക് ഈ ശബ്ദമുള്ള അക്ഷരം, കൂട്ടക്ഷരം ഇങ്ങനെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ കുട്ടികൾ പ്രത്യക്ഷത്തിൽ കാണുന്ന കാഫ്, ലാമ്, അലിഫ് അങ്ങനെ 3 അക്ഷരം എന്നത് നമുക്കവിടെ എഴുതാം. ഇനി 4 അക്ഷരം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്ത് വരുന്നവർക്ക് വേണ്ടിയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അവർക്ക് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല 2ാം ക്ലാസ്സിൽ. അപ്പോൾ അതുകൊണ്ട് 3 എന്നത് എഴുതിയാൽ മതി. അടുത്തതാ മിസ്കുൻ. മിസ്കുൻ എന്നതിൽ അവസാനത്തെ അക്ഷരത്തിൻ്റെ പേര്. മിസ്കുൻ എന്നതിൽ അവസാനത്തെ അക്ഷരം ഏതാണ്? കാഫാണ്, കാഫ്. അപ്പോൾ അത് ഒരു ചില വേർഡ്സുകളുടെ അവസാനത്തിൽ കാഫ് എഴുതുന്നത്, ചേർത്ത് എഴുതുന്നത് ഈ രീതിയിലാണ്. നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കാഫ് എന്നത് മനസ്സിലാക്കുക. അടുത്തതാ ലുഹാഹ. ലുഹാഹ എന്നതിൽ 1ാമത്തെ അക്ഷരം ലോദ്. ലോദ് പുള്ളിയുള്ള ലോദാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. 2ാമത്തത് ഹ, അലിഫ് അതൊക്കെ മനസ്സിലാക്കി വെക്കണം. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. വമാ ഉർസിലു എന്നതിൽ ഇവിടെ മദ്ദിൻ്റെ അടയാളം ഉണ്ട് അല്ലേ? വമാ എന്നതിൻ്റെ മുകളിൽ വന്ന മദ്. ഈ അടയാളം ഇട്ടത് എന്തിനാണ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? കൂടുതൽ നീട്ടി ഓതാനാണ്. വമാ ഉർസിലു എന്നതിൽ മദ് ഇട്ടത് കൂടുതൽ നീട്ടി ഓതാനാണ്. മീമിനെ കൂടുതൽ നീട്ടി ഓതാനാണ്. അപ്പോൾ ഇവിടെ മീമിനെ കൂടുതൽ നീട്ടി ഓതാൻ അങ്ങനെ എഴുതാം. ഓക്കെ. പിന്നെ ഉർസിലു എന്നതിൽ വാവ് എന്നത് നീട്ടി ഓതാൻ എന്നാണ് നമ്മൾ എഴുതുള്ളൂ. അപ്പം മദ്ദക്ഷരമായ അലിഫ്, വാവ്, യാ അതിൻ്റെ കൂടെ എങ്ങനെയും കൂടി വരികയാണെങ്കിൽ എന്താണ് അവിടെ കൂടുതൽ നീട്ടണം എന്നത് കൂടി മനസ്സിലാക്കണം. അപ്പോൾ കൂടുതൽ നീട്ടി ഓതണം. അപ്പോൾ നിങ്ങൾ 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ കൂടുതൽ നീട്ടി ഓതുക, നീട്ടി ഓതാൻ പിന്നെ മണിക്കണം, മണിച്ചോദണം എന്നതൊക്കെ എഴുതി പഠിക്കണം. ഓക്കെ. എന്നാലാണ് ഇതേപോലെ ചോദ്യം വന്നാൽ അവർക്ക് എഴുതാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രത്യേകം മനസ്സിലാക്കണം. എന്തായാലും എഴുതാണ്ടാവും ഇതൊക്കെ. കൂടുതൽ നീട്ടി ഓതണം, നീട്ടി ഓതാൻ എന്നതൊക്കെ കേട്ടോ. ഇനി അടുത്തത് എന്താണ്? ലഹു മുൽക്ക്. ലഹു മുൽക്ക്, ലഹു മുൽക്കു സമാവാത്തി. ഇവിടെ ഹായിന് ശേഷം ചെറിയ വാവ് കൊടുക്കുന്നത് എന്തിന്? ചെറിയ വാവ് അത് നീട്ടി ഓതാനാണ്. നീട്ടി ഓതാനാണ് ആ ചെറിയ വാവ്. അപ്പോൾ അത് ചെറിയ വാവാണെങ്കിലും നമുക്ക് മദ്ദക്ഷരമായി ഇങ്ങനെ വാവ് വരികയാണെങ്കിൽ നീട്ടി ഓതാൻ നമ്മൾ മനസ്സിലാക്കിയല്ലേ? അപ്പോൾ നീട്ടി ഓതാനാണ് അത് കൊടുത്തത്. അത് മനസ്സിലാക്കണം കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ ഇത് ഏത് അക്ഷരത്തെ നീട്ടാനാണ്? അലിഫിനെ നീട്ടാനാണോ മീമിനെ നീട്ടാനാണോ എന്നൊക്കെ ഉള്ളതൊക്കെ മനസ്സിലാക്കണം. ഇത് മീമിനെ നീട്ടാനാണ് മദ് മുകളിൽ കൊടുത്തത്. അതൊക്കെ ചോദിക്കും. ഏത് അക്ഷരത്തെയാണ് നീട്ടി ഓതിയത്? മീമിനെയാണ്. ഇവിടെ ഏത് അക്ഷരത്തെയാണ് നീട്ടി ഓതിയത്? ഹ ഇനെയാണ് എന്നൊക്കെ കുട്ടികൾ മനസ്സിലാക്കണം. സമാവാത്തി ഇവിടെ മീമിനെ വാവിനെ ഒക്കെ നീട്ടിയിട്ടുണ്ട്. ഒക്കെ മനസ്സിലാക്കട്ടോ. അടുത്ത എന്താണ്? ഹിയൽ മഅ്വ. ഹിയൽ മഅ്വ അലിഫിന് മുകളിലുള്ള ഹിയൽ എന്നുള്ള ഇവിടെ അലിഫിൻ്റെ മുകളിൽ ഇങ്ങനെ സ്വാദിൻ്റെ തല പോലെ ഒരു അടയാളം കൊടുക്കൂലേ? അത് എന്തിനാണ് എന്നാണ്? എന്തിനാണ്? വസ്ലിൻ്റെ അലിഫിനെ സൂചിപ്പിക്കുന്നു. വസ്ലിൻ്റെ അലിഫിനെ സൂചിപ്പിക്കുന്നു. അടയാളം വസ്ലിൻ്റെ അലിഫിനെ സൂചിപ്പിക്കുന്നു. അപ്പം ഇനി അത് എന്തിൻ്റെ അടയാളമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്താണ്? ആ അലിഫ് അങ്ങനെ അടയാളമുള്ളതിനെ പാരായണത്തിൽ തുടക്കത്തിലാണെങ്കിൽ ഉച്ചരിക്കുള്ളൂ, ഇടയിലാണെങ്കിൽ ഉച്ചരിക്കൂല. വസ്ലിൻ്റെ അലിഫ് ഇടയിലായതുകൊണ്ട് അതിനെ ഉച്ചരിക്കൂല. തുടക്കത്തിലാണെങ്കിൽ അതിനെ ഉച്ചരിക്കും. ഇപ്പോൾ അൽഹംദു എന്നതിൽ ഫസ്റ്റ് ഈ അലിഫാണ്. അലിഫിൻ്റെ മുകളിൽ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ അതവിടെ നമ്മൾ തുടക്കത്തിൽ ഉച്ചരിക്കുന്നു. ഇതേപോലെ റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അതിലിടയിൽ വരുന്നുണ്ട് റബ്ബിൽ ആലമീൻ എന്നൊക്കെ ഉള്ളിടത്ത്. അപ്പോൾ അവിടെ ഇടയിലുള്ളിടത്ത് നമ്മൾ ഉച്ചരിക്കുന്നില്ല. അപ്പോൾ അതും കൂടി അവിടെ മനസ്സിലാക്കട്ടെ. ഇത് വസ്ലിൻ്റെ അലിഫിനെ സൂചിപ്പിക്കുന്നു.
ചേർത്തി ഓതുമ്പോൾ അതിനെ ഉച്ചരിക്കുകയില്ല. മനസ്സിലാക്കുക. അടുത്തതാ വഇദാ കുരിയ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂൻ. ഇവിടെ ഒരു സിമ്പലുണ്ട്, പള്ളിയുടെ മിനാരം പോലെ ഖുർആനിലൊക്കെ നമ്മൾ കാണും. പിന്നെ ഇവിടെ മുകളിലൊരു ലൈനൊക്കെ ഇട്ടിട്ടുണ്ട്. അത് എന്തിനെ സൂചിപ്പിക്കാനാണെന്ന്, ഈ അടയാളം വിട്ടത് എന്തിനാണ് എന്നാണ്. അപ്പോൾ ഇവിടെ ഈ അടയാളം മിനാരം പോലുള്ള ഈ ഇത് ഇട്ടത് എന്തിനാണെന്നാണ്. അവിടെ എന്തിനാണ്? തിലാവത്തിൻ്റെ സുജൂദിനെ സൂചിപ്പിക്കാനാണ്. ഖുർആനിൽ 14 സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ട്. 14 സ്ഥലങ്ങളിൽ ഈ ഖുർആനിലെ ഈ ആയത്ത് ഓതുമ്പോൾ അവിടെ സുജൂദ് ചെയ്യണമെന്നാണ്. അവിടെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. തിലാവത്തിൻ്റെ സുജൂദിനെ സൂചിപ്പിക്കാനാണ്. അവിടെ സുജൂദ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഖുർആനിലെ ഈ സിമ്പല് നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മളൊരു സൂറത്തിൽ പഠിച്ചിട്ടുണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് ചോദ്യമായിട്ട് വന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കട്ടെ. തിലാവത്തിൻ്റെ സുജൂദിനെ സൂചിപ്പിക്കുന്നു, അവിടെ സുജൂദ് ചെയ്യണം എന്ന് സൂചിപ്പിക്കാനാണ്. അങ്ങനെ എഴുതിയാലും മതി ട്ടാ, മനസ്സിലാക്കുക. ഇനി അടുത്തത് എന്താണ്? ലഫിസ് സുഹുഫി എന്നതിൽ 8 അക്ഷരം ക്രമപ്രകാരം ഏതാണ്? അപ്പോൾ ലാമ് ഫാ യാ ലഫി സുഹുഫി അലിഫ് ലാമ് സോദ് ഹ ഫ അലിഫ് ലാമ് സോദ് ഹ ഫ അങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതാൻ തരുന്നതിൽ ചെറിയ അലിഫ് വരുന്ന ഒരു വേർഡ്സ് ആണെങ്കിൽ, ചെറിയ അലിഫ് വാവൊക്കെ വരുന്ന ഒരു വേർഡ്സ് ആണെങ്കിൽ അതിനെ ഇതേപോലെ അക്ഷരാക്കിയിട്ട് എഴുതൂല. അത് പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ വലിയ അക്ഷരങ്ങൾക്കുള്ള കള്ളികളെ അവിടെ തരുള്ളൂ, ചെറിയ അക്ഷരത്തിനെ നമ്മളതിൽ എഴുതൂല. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ചെറിയ അക്ഷരം ഒന്ന് അവിടെ എഴുതിയാൽ നമുക്ക് അവസാനത്തെ വലിയ അക്ഷരത്തെ എഴുതാനുള്ള ബോക്സ് ഇല്ലാതാവും. മനസ്സിലായില്ലേ? അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ എഴുതുമ്പോൾ ചെറിയ അക്ഷരം ഏതെങ്കിലും ഇതേപോലെ തന്നതിലുണ്ടെങ്കിൽ അതിനെ ഈ ബോക്സിലേക്ക് എഴുതരുത്. മനസ്സിലാക്കുക കേട്ടോ. എന്നാലാണ് നമുക്ക് വലിയ എല്ലാ അക്ഷരങ്ങൾക്കും ബോക്സ് തികയുള്ളൂ. നമുക്ക് വലിയ അക്ഷരങ്ങൾക്കുള്ള ബോക്സ് തരുള്ളൂ. ഇവിടെ ദാ സമാവാത്തി തന്നതിൽ നമുക്ക് ഏതൊക്കെ അക്ഷരങ്ങളുണ്ടെന്ന് എടുത്ത് എഴുതാൻ വന്നിക്കുകയാണെങ്കിൽ സീന് തൊട്ടിട്ട് ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. ഏതൊക്കെയാണ്? സീന്, മീമ്, വാവ്, ത അങ്ങനെ എഴുതിയാൽ മതി. ചെറിയ അലിഫ് ഇവിടെ മീമിൻ്റെ മുകളിലുണ്ട്, വാവിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതൊന്നും ബോക്സിലേക്ക് എടുത്ത് എഴുതൂല. അപ്പോൾ അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ എത്രയാണ് 2025 നടന്ന തജ്വീദിലെ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മുൻ വർഷത്തെ ചോദ്യപേപ്പറുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും പറയുന്നതൊക്കെ മാറിപ്പോകുന്നതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കാം. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.